പൊതുവെ നമ്മൾ കാണുന്നതാണ് ലോട്ടറി എന്ന കാര്യം. ഇപ്പം കേരള സംസ്ഥാന സർക്കാർ നടത്തുന്ന ലോട്ടറികളൊക്കെ ഉണ്ട്. അതിൽ ഭാഗ്യം സിദ്ധിച്ചവരുണ്ട്. അത് ഓണ ബമ്പർ ആയാലും ക്രിസ്മസ് ബമ്പർ ആയാലും അങ്ങനെ രീതിയിൽ ഭാഗ്യം സിദ്ധിച്ചവരൊക്കെ ഉണ്ട്. ഇപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമ്മൾ ഓരോ വസ്തുവിനെ ഇതാക്കിയിട്ടുള്ള ഒരു നെറുക്കെടുപ്പ് ഈ അടുത്ത കാലത്തായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വീട് കേന്ദ്രീകരിച്ചിട്ട് ഒരു ടോക്കൺ കൊടുക്കുക, ആ ടോക്കന് 1000 രൂപ ഉണ്ടാവും. അപ്പൊ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 കോടി രൂപയില്ലേ അല്ലെങ്കിൽ 1.5 കോടി രൂപ മൂലവധിക്കുന്ന വീട് ഒന്നാം സമ്മാനമായി കിട്ടും. പിന്നെ മറ്റുള്ള അനേക സമ്മാനങ്ങളും. അങ്ങനെ പല നെറുക്കെടുപ്പുകളും ഇതിനു മുമ്പ് നമ്മൾ കണ്ടു. ഇവിടെ ഏത് രീതിയിലുള്ള ജൂതാട്ടമായാലും അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റ് തന്നെയാണ്. അതിപ്പോ വീടായാലും അതുപോലെ തന്നെ സ്ഥലമായാലും അത് മറ്റുള്ള ഏത് വസ്തുവായാലും. കാരണം ഒരാളെ കേന്ദ്രീകരിച്ചിട്ട് ആണ് ഈ ഇതൊക്കെ ലഭിക്കുന്നത്. അപ്പൊ അതിൽ പങ്കെടുക്കുന്ന ചിലപ്പോൾ 1000 പേരുണ്ടാകാം, അല്ലെങ്കിൽ 10,000 പേരുണ്ടാകാം. അപ്പൊ ഇവരൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ സംഭവത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകുക, നെറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ടാകാം. അപ്പൊ ഇതിൽ ഒരാൾക്കോ അല്ലെങ്കിൽ 2 പേർക്ക് ഒന്നാം സമ്മാനമായി ഒരാൾക്ക് കൊടുക്കുന്നു, പിന്നെ പ്രോത്സാഹന സമ്മാനമായോ അല്ലെ 2ാം സമ്മാനമായോ അല്ലെ 3ാം സമ്മാനമായോ 2 3 പേർക്ക് കൊടുക്കുന്നു. അപ്പൊ 15,000 പേർ പങ്കെടുത്ത ഈ നെറുക്കെടുപ്പിൽ പങ്കാളികളായി ഈ നെറുക്കെടുപ്പിൽ 9,995 പേരെയും നിരാശപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഇതാകുന്നത്. അപ്പൊ വാസ്തവപരമായിട്ട് നോക്കുമ്പോൾ അത് ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റ് തന്നെയാണ്. ജൂതാട്ടം ഏത് നിലക്ക് നോക്കിക്കഴിഞ്ഞാലും അത് അനുവദനീയമല്ലല്ലോ. അപ്പൊ ഏതായാലും ഇതുപോലുള്ള ജൂതാട്ടത്തിൽ പങ്കെടുക്കുന്നത് പങ്കാളികളാകുന്നത് ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്.